ഇപ്പോൾ നമ്മളുള്ളത് ആവാ മഹലിൻ്റെ എൻട്രിയിലാണ്. അപ്പോൾ ഇങ്ങ് ദൂരെ കാണുന്ന ഇതാണ് മെയിൻ റോഡ് എന്നുള്ളത്. പക്ഷേ എൻട്രി അതിലെ കൂടി ഇല്ല. മീൻസ് വണ്ടി പാർക്കിംഗ് ഇതിൻ്റെ ഉള്ളിലില്ല, പുറത്തെവിടെയെങ്കിലും വെക്കണം. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉള്ളത് ഗവൺമെൻറ് ഓഫീഷ്യലും അങ്ങനെയുള്ള ടീമിന് മാത്രമാണ്. ഇവിടെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത് പണി കഴിപ്പിച്ചത് 1799 AD ആണ്. അപ്പോൾ അതായത് പണി കഴിപ്പിച്ച പറഞ്ഞാൽ മഹാരാജ പ്രതാപ് സിംഗ് ആണ്. ഇതിൻ്റെ മെയിൻ ആർക്കിടെക്ടർ എന്ന് പറയുന്നത് ഉസ്താദ് ലാൽചന്ദ് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഒരു 5 സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ഇതാണിത്. ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിലിൻ്റെ ഞാനൊരു ഇതിപ്പോൾ കാണിച്ചു തരാം. ഹവാമാലിൻ്റെ ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് കയറിയപ്പോൾ ഇതാണ് ശരിക്കും ഹവാമാലിൻ്റെ ബിൽഡിങ്. ഇതിൻ്റെ പുറകിലാണ്. ഇത് ജസ്റ്റ് എൻട്രി ഉള്ള ഇതാണ്. ചെറിയൊരു കഫേയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ജസ്റ്റ് ഒരു ഉള്ളിൽ കയറിയപ്പോൾ ഉള്ള വ്യൂ ഇതാണ്. പിന്നെ മുകളിൽ കൂടി ഒരു ഡക്ക് ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള. ഇതിൻ്റെ ഉള്ളിൽ തനതായ രാജസ്ഥാൻ സ്റ്റൈലിലുള്ള ഇവരെ ഒരു പാട്ടും രാജസ്ഥാനി പാട്ടെല്ലാം ഉണ്ട്. അതിപ്പോൾ ആള് വരുമ്പോൾ എങ്ങനെയാണെന്ന് വേണ്ടതെന്ന് അറിയില്ല. ഇതാണ് പാരഡൈസ് ഓഫ് ഫൺ മ്യൂസിയം ഓഫ് മൗജ് മഹൽ, രാജസ്ഥാനി ടെക്സ്റ്റൈൽ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ ഉള്ളിൽ കുറേ ടെക്സ്റ്റൈലിൻ്റെ സംഭവങ്ങളുമുണ്ട്. ഇതെല്ലാം ജയ്പൂരിൻ്റെ സെൻട്രൽ ഭാഗത്താണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫോട്ടോ എല്ലാം എടുക്കുന്ന ഇതാണ് അധികം. മറ്റേ മാളുകളിലും മറ്റെന്തെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ഫെയറെല്ലാം ഉണ്ടാകുന്ന ടൈപ്പ്. ഇവിടെ മറ്റേ ഫോട്ടോ ഉണ്ട്. ഇതുപോലെ ഫോട്ടോ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കണം. പിന്നെ അതുപോലെ ഇതാ അലാവുദ്ദീൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇതെല്ലാം ഫോട്ടോ എടുക്കുന്ന സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫുഡ് മാർട്ട് ഉണ്ട്. പിന്നെ ചെറുതാണെങ്കിലും ഫുഡ് മാർട്ട് ചെറുതാണെങ്കിലും റേറ്റ് നല്ല അധികമാണ്. പിന്നെ അതുപോലെ ചെറിയൊരു പ്ലേ സ്റ്റേഷൻ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഒരു 3-4-5 ഐറ്റംസ് ഉള്ള. അതുകൂടാണ്ട് ഇവിടെ ഒരു ചെറിയ തിയേറ്റർ ഉണ്ട്, 3D തിയേറ്റർ. അത് കുഴപ്പമില്ല. നമ്മളെ വീടെല്ലാം ഉണ്ട്, വയലപ്പുറയിലെ ആ ടൈപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലും ഒരു ചെറിയ ഇതുപോലെ ഉണ്ട് തുണിത്തരങ്ങളുടെ. ഇതെല്ലാം നല്ല റേറ്റ് പറയും. നമ്മളെ നാട്ടിലെ ഇത് വെച്ച് നോക്കുമ്പം റേറ്റ് ഭയങ്കര അധികം. പിന്നെ അതുപോലെ ഇവിടെ വളയും കമ്മലുകളൊക്കെ ഉണ്ട്. അത് ഈ പറയുന്ന റൂബി എന്നാണ് ഈ ഒരു മാലയെല്ലാം പറയുന്നത്, റൂബി സെറ്റ്. ഈ സാധനത്തിന് ഇവർ പറയുന്നത് 23,000 റുപ്യ. അത്ര ഉണ്ടോ ഇല്ലോ ഇതിനെപ്പറ്റി എനിക്കധികം അറിവില്ല. അറിയുന്നവരാരും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ കാണുന്നൊരു മഹാറാണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഔട്ട്ലെറ്റ്. അതായത് തുണിത്തരങ്ങളെല്ലാം ഡിസൈനിങ്ങും അതിൻ്റെ ഇതെല്ലാം കാണിച്ചു തരുന്നതാണ്. അതായത് നമ്മുടെ ഡിസൈൻ പെയിൻ്റെല്ലാം ആക്കുന്നത് അല്ലേ, പെയിൻ്റ് പ്രിൻറ്റിങ് അല്ലേ, പ്രിൻറ്റിങ് ആക്കുന്നത്, ഡിസൈൻ പ്രിൻറ്റിങ്. അപ്പോൾ ഇവിടെ സെയിലും ഉണ്ട്, കുറേ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെയാണ് ഇതിൻ്റെ ഇതുള്ളത്, ഇതാ പ്രിൻ്റെല്ലാം ആക്കുന്നത്. ഇത് പെയിൻ്റ് ചെയ്താണ് ഇവരൊക്കെ ഇതെല്ലാം മിക്സ് ആക്കുന്നതായിരിക്കും. എന്നിട്ട് ഈ അച്ച് വെച്ചിട്ട് ഇതിലടിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ചോദിച്ചാൽ ഇവർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു 1/2-3 മണിക്കൂർ എടുക്കും പോലും. അപ്പോൾ അത് ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല, ടൈം എടുക്കും. അത്രയേ ഉള്ളൂ, സിമ്പിൾ തന്നെ. ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ നല്ലൊരു ഇതുപോലെയുള്ള ഇത് തന്നെയാണ്. നമ്മളെ നാട്ടിലൊരു ടെക്സ്റ്റൈലിൻ്റെ എല്ലാം ഇതുപോലെ എല്ലാ രീതിയിലുള്ള തുണിത്തരങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം റജായികളാണ്, നമ്മളെ തണുപ്പിനെല്ലാം ഉപയോഗിക്കുന്ന കമ്പിളി, കമ്പിളി ടൈപ്പ് സാരികൾ, കിടക്ക, തലയാണ, ബെഡ്ഷീറ്റാണ് ഡബിള്. കളറും പ്രിന്റിങ്ങും നമ്മുടെ ഈ രാജസ്ഥാൻ തനി മറ്റേ രാജസ്ഥാൻ സ്റ്റൈലിലുള്ള ചിത്രം ഇതെല്ലാം. ഷാനൂട്ടിൻ്റെ ലീല ഇങ്ങനെ നടത്തും ഉലാത്തോന്ന്. ഹായ് പറഞ്ഞ ഷാനൂട്ടാ, ഹായ് പറഞ്ഞേ. ഹായ്. നടക്കുന്നു, ഓടുന്നു, പാട് സ്ഥലം കണ്ടിട്ട്.